നമസ്കാരം. ഭൂമിയിലെ ഓരോ പ്രതിഭാസവും വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണ്. അതുപോലെ ഒരു അത്ഭുതമാണ് സൗരക്കാറ്റ്. രേഖകൾ പ്രകാരം ഏകദേശം 14,300 വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയിൽ ഏറ്റവും വലിയ സൗരക്കാറ്റ് പതിച്ചത്. ഇന്നും ഗവേഷകർ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ഫ്രഞ്ച് നദിയുടെ തീരത്ത് നിരവധി മരങ്ങൾ നിന്നിരുന്ന പാടുകൾ ഇപ്പോഴും കാണാം. അതുതന്നെയാണ് ഭൂമിയിൽ സൗരക്കാറ്റ് പതിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. സൂര്യനിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ചാർജ് കണികകൾ കാന്തിക പ്ലാസ്മ ഗാമ കിരണങ്ങളാണ് സൗര കൊടുങ്കാറ്റുകളായി മാറുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ കുറഞ്ഞത് 9 സാധ്യതയുള്ള പുരാതന സൗര കൊടുങ്കാറ്റുകളെങ്കിലും ഈ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് സമാനമായ ഒരു കൊടുങ്കാറ്റുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് പൂർണ്ണമായും അറിയില്ല. ചിലർ പറയുന്നത് സൗരക്കാറ്റടിച്ചാൽ ഭൂമി തന്നെ അവസാനിക്കുമെന്നും മറ്റു ചിലർ അവകാശപ്പെടുന്നത് ഇന്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങളിൽ ചെറിയ തകരാറുകൾ സംഭവിക്കും, മറ്റ് പ്രശ്നങ്ങളൊന്നും വരില്ലെന്നുമാണ്. എന്നാൽ ഇപ്പോൾ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആഞ്ഞു വീശിയ ആ സൗരക്കാറ്റ് വീണ്ടും വീശുമോ എന്ന പേടിയിലാണ് ലോകം. വിമാന സർവീസുകളും ഇന്റർനെറ്റും വൈദ്യുതിയും ഒക്കെ മുടങ്ങുന്ന ആ മഹാദുരന്തം സംഭവിച്ചേക്കാമെന്ന് ശാസ്ത്രജ്ഞർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ ശാസ്ത്രജ്ഞരുടെ ഈ മുന്നറിയിപ്പിൽ ലോകം മുഴുവൻ പരിഭ്രാന്തിയിലായിരിക്കുകയാണ്. ഒരു സോളാർ കാറ്റ് ഭൂമിയിൽ പതിക്കുമ്പോൾ ആകെ കിട്ടുന്ന നല്ല കാഴ്ച എന്ന് പറയുന്നത് ലോകമെമ്പാടും ആകാശത്ത് ദൃശ്യമാകുന്ന മനോഹരമായ വെട്ടമായിരിക്കും. ബാക്കി ദുരന്തങ്ങൾ മാത്രമായിരിക്കും മനുഷ്യർക്ക് ലഭിക്കുക. വൈദ്യുതി ബന്ധങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെടുകയും വിമാന സർവീസുകൾ മുടങ്ങുകയും ജലവിതരണത്തിൽ തകർച്ച പറ്റുകയും ഇതോടെ ലോകം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു. സൂര്യനിലെ വലിയ പൊട്ടിത്തെറികളാണ് അതിശക്തമായ ഊർജത്തെയും വെളിച്ചത്തെയും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത്. സൂര്യനിൽ നിന്നും ശബ്ദാതിവേഗത്തിൽ കുതിച്ചു നീങ്ങുന്ന താപകാന്തിക പ്രവാഹമാണ് സൗരക്കാറ്റ്. സൂര്യനിൽ കറുത്ത പൊട്ടുകൾ പോലെ കാണപ്പെടുന്ന സൗരകളങ്കങ്ങൾ എന്ന കാന്തിക മേഖലകളാണ് സൗരജ്വാലകളെയും സൗരക്കാറ്റുകളെയും ഉണ്ടാക്കുന്നത്. സൗരക്കാറ്റുകൾ അവിടെ യാത്രക്കിടെ വാൽ നക്ഷത്രങ്ങളിൽ നിന്നുള്ള ബാഷ്പീകൃത വാതകങ്ങളെയും ഉൽക്കകളെ പൊടിയെയും ഒപ്പം കൂട്ടാറുണ്ട്. ഇങ്ങനെ വരുന്ന സൗരവാതം ഭൂമിയിലെ ധ്രുവപ്രദേശങ്ങളിൽ ധ്രുവദീപ്തികൾക്ക് കാരണമാകുന്നു. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന സൗരക്കാറ്റുകളിലെ വലിയ ചാർജുള്ള കണകങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വായു തന്മാത്രകളുമായി കൂട്ടിമുട്ടുമ്പോഴാണ് ധ്രുവദീപ്തി ഉണ്ടാകുന്നത്. കാന്തിക മണ്ഡലങ്ങളിൽ സംയോജിക്കുന്ന ധ്രുവ പ്രദേശങ്ങളിലാണ് ഈ പ്രതിഭാസം സംഭവിക്കുക. സൗരക്കാറ്റുകളുടെ ശക്തിക്കും ഭൂമിയുടെ കറക്കത്തിനും അനുസരിച്ച് ധ്രുവദീപ്തി ദൃശ്യമാകുന്നതിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. സൗരക്കാറ്റ് ഭൂമിയിൽ പതിക്കുന്നത് വഴി നമ്മുടെ സംരക്ഷിത ഓസോൺ പാളിയിലും കേടുപാടുകൾ സംഭവിക്കാം. മൊത്തത്തിൽ നോക്കുമ്പോൾ സോളാർ കൊടുങ്കാറ്റ് ഭൂമിയിൽ ആഞ്ഞു വീശിയാൽ മനുഷ്യന്റെ സാധാരണ ജീവിതത്തെ വളരെ മാരകമായി തന്നെ ബാധിക്കും. വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ ആളുകൾ വലയും. അതുപോലെ വ്യോമയാന ആശയവിനിമയ സംവിധാനങ്ങൾ ഓഫ്ലൈനായി മാറുന്നതിനാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നേരായ സിഗ്നൽ ഒന്നും ലഭിക്കാതെ വിമാനം ആകാശത്ത് തന്നെ പറന്ന് നടക്കേണ്ടി വരും. അവസാനം ഇന്ധനം തീരുമ്പോൾ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്യും. വളരെ ഉയരത്തിൽ പറക്കുന്ന വിമാനയാത്രക്കാർക്കും ജീവനക്കാർക്കും ഇത് മാരകമായി തന്നെ ബാധിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.